പിന്നെ പൊതുവിൽ ഈ അവരുടെ കലയോടുള്ള അല്ലെ കലാകാരന്മാരോടുള്ള അല്ലെ സമൂഹത്തോട് കലയെക്കുറിച്ചും ഒക്കെ പറയുന്ന ആധികാരികമായിട്ട് പറയുന്ന ഒരു രീതി വെച്ച് നോക്കുമ്പം എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം, അതായത് UP സ്കൂൾ വരെയാണ് ഞങ്ങളുടെ അടുത്ത് സ്കൂളുണ്ടായിരുന്നു, നീറിക്കാട് സ്കൂളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹൈസ്കൂളിലേക്ക് ചെന്നപ്പം ആദ്യമായിട്ടാണ് ഒരു സ്കൂളിൽ ഒരു മൈക്ക് സെറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മൈക്ക് സെറ്റിൽ പ്രവർത്തിപ്പിക്കുന്നത് രാഘവൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു സാറാണ്. ഈ രാഘവൻ സാർ അല്ലാതെ വേറെ ആരെ കൊണ്ടും ഈ മൈക്ക് സെറ്റ് തൊടിയിപ്പിക്കത്തില്ല. അദ്ദേഹം എന്ത് പറയണമെന്നുണ്ടെങ്കിലും രാഘവൻ സാറ് ആ മൈക്കിനകത്തൂടെ പറയും. അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർക്ക് പറയാനുള്ള കാര്യവും രാഘവൻ സാറിനോട് പറയുക, രാഘവൻ സാർ അത് മൈക്കിലൂടെ ബാക്കിയുള്ള അധ്യാപകരോടും വിദ്യാർത്ഥികളോടും പറയും. ഈ ഒരു ചടങ്ങല്ലാതെ അവിടെ വേറൊന്നും നടക്കുന്നില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ ചെല്ലുമ്പം തന്നെ അതിന് ഒരു 10-15 വർഷം മുമ്പ് മൈക്ക് സെറ്റ് വാങ്ങിച്ച ഒരു മൈക്ക് സെറ്റാണ്. ഇത് പഴയതായി, എന്നാലും പുതിയത് വാങ്ങിക്കാനുള്ള സാഹചര്യമൊന്നും സ്കൂളിലുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് വാങ്ങിക്കാതിരിക്കുകയായിരുന്നു. അവസാനം ഏതോ വെളിയിൽ പോയ ഒരു വിദ്യാർത്ഥി ഒരു മൈക്ക് സെറ്റ് ആ സ്കൂളിലേക്ക് വാങ്ങി സംഭാവന ചെയ്തു. അപ്പോൾ സംഭാവന ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അതും രാഘവൻ സാറിനെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ രാഘവൻ സാറിന് പെൻഷൻ ആകേതാണ്ട് 1 വർഷം ഏതാണ്ട് പറ്റുള്ളൂ. എന്നാലും രാഘവൻ സാർ തന്നെയാണ് ഈ മൈക്ക് സെറ്റ് കൈകാര്യം ചെയ്തത്. അപ്പോൾ പഴയ മൈക്ക് സെറ്റ് രാഘവൻ സാർ ഒരു 5-6 മാസം പിടിച്ചു വെച്ചു, കൊടുക്കാതിരിക്കാനും ഒക്കെ ആയിട്ട്. ഈ സാധനം ഇവിടെ നിന്ന് സ്ഥലം ഒഴിവാക്കാൻ, മറ്റേ മൈക്ക് സെറ്റ് വെക്കാനുള്ള ഇതുണ്ടല്ലോ, അതുകൊണ്ട് ഇത് ഒഴിവാക്കണമെന്നും പറഞ്ഞ് കൊടുക്കണമെന്നും പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ച് മനസ്സില്ലാ മനസ്സോടെ രാഘവൻ സാറ് ഈ മൈക്ക് സെറ്റ് വിൽക്കാൻ ഏർപ്പാടാക്കി. അത് താഴെ GNS സൗണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സൗണ്ട് ഉണ്ടായിരുന്നു, അവർ വാങ്ങിച്ചു. അപ്പം അങ്ങനെ ആ സൗണ്ട് വാങ്ങിച്ചിട്ട് അവരിത് കൊണ്ടുപോയി ചെറിയ മീറ്റിങ്ങിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ, ചെറിയ പൊതു മീറ്റിങ്ങുകൾ, പാർട്ടി മീറ്റിംഗ്, കോർണർ മീറ്റിംഗ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ഒക്കെ ഇത് അവിടെ പോയി കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പം ഇതിനകത്തൂടെ ആര് സംസാരിച്ചാലും രാഘവൻ സാറിൻ്റെ ശബ്ദം മാത്രമേ വരുള്ളൂ. ഇത് എവിടെയൊക്കെ കൊണ്ട് ആണ് പറഞ്ഞാലും പെണ്ണ് പറഞ്ഞാലും ഈ മൈക്ക് സെറ്റിനകത്തൂടെ രാഘവൻ സാറിൻ്റെ ശബ്ദം അല്ലാതെ വേറൊരാളുടെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വർഷങ്ങളായിട്ട് രാഘവൻ സാറ് പറഞ്ഞ് ആ മൈക്ക് സെറ്റ് പോലും യഥാർത്ഥത്തിൽ ആ രാഘവൻ സാറിൻ്റെ ശബ്ദമായിപ്പോയി എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് ഇടതുപക്ഷത്തിൻ്റെ പല രാഷ്ട്രീയ കലാപരമായ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്, പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അവർ ആണ് കലയുടെ നിർമ്മാതാക്കൾ, അല്ലെങ്കിൽ അവരാണ് സൃഷ്ടിച്ചത്. ഭരതമുനിയുടെ ഒരു എന്തോ ബന്ധമുള്ള ഒരു രീതിയിലൊക്കെയാണ് പല കമ്മ്യൂണിസ്റ്റുകാരായ സുഹൃത്തുക്കളും എന്നോട് കലയെപ്പറ്റി പറയുമ്പം അവരെന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഇത് ഞാൻ പറയുന്നത് 1-2 ദിവസത്തെ അനുഭവം കൊണ്ടല്ല. 52 വർഷം ഞാൻ പറഞ്ഞു പ്രൊഫഷണൽ നാടകരംഗത്തിലുള്ള എല്ലാ നാടകത്തിൻ്റെ അവസാനം എന്തെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം അവർക്ക് അവതരിപ്പിക്കണം. ഇല്ലാത്തത് അന്ന് അമ്പലങ്ങളിലാണെങ്കിൽ പോലും കളിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിക്കോട്ടോ, ഇപ്പോൾ അതൊക്കെ മാറി വന്നിട്ടുണ്ട്. പക്ഷേ എങ്ങനെ ഇരുന്നാലും അങ്ങനെ ആയി പോയാൽ തന്നെയും ഞാൻ അതിലെ നന്മകളെ നമ്മൾ സ്വീകരിക്കും. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും, കോൺഗ്രസ് ആയാലും, കമ്മ്യൂണിസ്റ്റ് ആയാലും, BJP ആയാലും, മറ്റേ ഏത് പാർട്ടി ആയാലും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ശക്തമായ രീതിയിലൂടെ ആവിഷ്കരിക്കാൻ കഴിയുന്ന ഒരു കലാരൂപമായിരുന്നു നാടകവും, അതുപോലെ തന്നെ ഇപ്പോഴുള്ള സിനിമയും. സിനിമ കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനും കുറച്ച് ആഴത്തിൽ കാണിക്കാനും സാധിക്കും. പക്ഷേ എനിക്ക് സിനിമയിൽ ഈ വക കാര്യങ്ങൾ ചെയ്യുന്നവരോട് പറയാനുള്ളത്, ദൈവത്തെ ഓർത്ത് രാഘവൻ സാറിൻ്റെ മൈക്ക് സെറ്റായി പോകരുത് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്.